എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇത് ഞങ്ങളുടെ കഥയെന്ന് പറയുന്നത് ഉള്ളവന്റെ അടുത്ത് ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു റീലാ. അത് ചിത്രീകരിന്ന് പറഞ്ഞാൽ ഇവരെ ഈ വണ്ടി കയറ്റി ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ കൊണ്ട് ഇറക്കുന്ന ഒരു സീൻ എടുക്കാനാ. അതിനുവേണ്ടി കയറ്റിയാ. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കി അങ്ങ് എടുക്കാറുണ്ട്. ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോ. ഞാൻ വിചാരിച്ചു മോഷ്ടിച്ചോണ്ട് പോകാൻ നിൽക്കുമെന്ന് വിചാരിച്ചു. ഈ ആളും പേരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ 2 ചെറുപ്പക്കാർ വന്ന് മോഷ്ടിച്ചോണ്ട് പോകാന്ന് ഞാൻ വിചാരിച്ചു. ഒരു കാര്യം ചെയ്യും, റീൽസ് കഴിഞ്ഞ് കൊണ്ടിടുമല്ലോ. ഞങ്ങളുടെ തെറ്റുപറ്റിപ്പോയി. അത് നല്ല ഒരു ഭംഗിയുള്ള മില്ല് കണ്ടപ്പോ ഒന്ന് കയറി ഷൂട്ട് ചെയ്തു എന്ന് ഇതെന്ന് പറഞ്ഞാൽ ഈ വിറക് അവിടെ കൊണ്ടുപോയി ഒന്ന് ഇറക്കുന്ന ഒരു സീൻ എടുത്തിട്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ തിരിച്ചിവിടെ കൊണ്ടുപോകും. പോകുന്നതിന് ഇപ്പുറം തന്നെ വരും. ഞാനിവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അത് റീൽ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് നീ ഇത് കൊണ്ടുപോകുന്ന ഒരു സീനേ ഉള്ളു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ. വണ്ടി ഓക്കെ, റെഡി, എടുത്തോ പോട്ടെ, വണ്ടി പോട്ടെ. കുഞ്ഞു മോനെ കുഴഞ്ഞടാ. ഓ, അപാരം തന്നെ നിന്റെ ഒടുക്കലത്തെ ബുദ്ധിയാടാ. നീ ബുദ്ധി പ്രയോഗിച്ചില്ലാന്ന് ഇപ്പൊ നമ്മള് രണ്ടുപേരും അകത്തായ. ഞാനൊരു കാര്യം ചെയ്യുന്നു, നിനക്ക് ഇതൊരു സ്ഥിരം തൊഴിലാക്കി കൂടായോ? മോനെ കാണനൂരി എടുക്കാൻ കാണിച്ച എന്റെ കാലും കൈയും വിറച്ചോണ്ടിരുന്നേപ്പുറം ഇതൊരു തൊഴിൽ മേഖല ഓർമ്മയുള്ളത് കൊണ്ട് ഈ റീൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടോ. ഇല്ലെന്ന് അകത്താ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി വീട്ടിൽ വിറകുണ്ടെന്നെങ്കിൽ ഇറക്കാം. കിട്ടിയതാട്ടെ, വണ്ടി എടു. നീ എന്താ മോനാളി ഞായറാഴ്ചയായിട്ടും മില്ലറ്റ് ഒപ്പിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നും പറയണ്ട വെച്ചാ, 2 പേര് റീലാ ഓപ്പാന്നും പറഞ്ഞോണ്ട് വണ്ടി കൊണ്ട് കയറ്റി മില്ലിനകത്തുനിന്ന് കുറെ വിറവ് എടുത്തോണ്ട് പോയി. 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇപ്പം പോയതാ. 2 മണിക്കൂറായി പോയിട്ട്. വണ്ടി ഇതുവരെ ആൾക്കാർ വന്നില്ല. വണ്ടിയില്ല, വിറകുമില്ല. ഇക്കാലമൊക്കെ ഇങ്ങനെ. എന്നാലും അങ്ങനെ ഉണ്ടോ പറ്റിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെ പോയിച്ചില്ലെങ്കിൽ ഉള്ളതുകൂടെ കൊണ്ടു. എത്രായിരം രൂപയുടെ വിറകാന്നറിയാവോ മില്ലിൽ നിന്ന് എടുത്തോണ്ട് പോയത്? ഇത് പറയാനാന്ന് പറയണത്. പോയത് പോയി, ഇനി കരഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല. എന്നാലും ലോകത്ത് ഇതുപോലൊരു വെട്ടിപ്പ് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്നാലും എന്തോ പണി അവന്മാര് കാണിച്ച് എനിക്കിട്ട് പണി തന്നിട്ട് അവന്മാര് പോയത്.